അത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, നീതി കിട്ടണം. അതാണ് ഞങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത്. ഇതിന് പിന്നാലെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നീതി കിട്ടണം, അവർക്കൊക്കെ ശിക്ഷ കിട്ടണം, നീതി കിട്ടണം. ഞങ്ങൾക്ക് വേണ്ടത് ഈ പറഞ്ഞ ജാതി അധിക്ഷേപം, പിന്നെ ഇങ്ങനെ ഉണ്ടായ എല്ലാ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായത് 1.5 മാസം മുമ്പാണ്. ഇപ്പോൾ ഈ മരണത്തിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ ലോൺ ആപ്പ് തന്നെയാണ്. ലോൺ ആപ്പ് കാരണമാണ് അവൻ പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിക്കപ്പെടുന്നതും ഇങ്ങനെ കുറെ ഇന്റർഗേഷൻ ഉണ്ടാവുന്നതും എല്ലാം ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഓക്കെ ആയിരുന്നു, ഞങ്ങളുടെ കൂടെയൊക്കെ സന്തോഷത്തോടെ ആയിരുന്നു ഇരിക്കണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ നല്ല ഓവർകം ചെയ്ത് വരുന്ന ഒരു പീരീഡ് ആയിരുന്നു. പെട്ടെന്നാണ് ഈ ലോൺ ആപ്പിന്റെ ഇഷ്യൂ വരുന്നത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാം ആയിരുന്നു ലതാ മാം. അപ്പം ലതാ മാമിന്റെ ഇഷ്യൂല് മാം അത്രയും ഡൗൺ ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം നിതിനെ അറിഞ്ഞുകൊണ്ടാണ് അറിയാത്തതെന്ന് നമുക്ക് അറിയുന്ന കേസല്ല, അറിയാതെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം മാമിന്റെ നേരെ ഇങ്ങനെ അലിഗേഷൻസ്, ഇങ്ങനെ ഫോൺ കോളും അനാവശ്യമായ സംസാരമൊക്കെ വന്നപ്പോൾ മാം നിതിനെ അത്രത്തോളം ഡൗൺ ആക്കി. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, അതായത് ഈ ഇൻസിഡന്റ് നടന്ന സംഭവം അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് അറിഞ്ഞ അതിന് മുന്നേ ഇല്ല, അതിന് മുന്നേ അറിഞ്ഞിട്ടില്ല. അന്നാണ് അറിയുന്നത്. അന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. അന്ന് അവന് സീരിയസ് ആയിട്ട് കാഷ്വാലിറ്റി കിടന്നപ്പോൾ എല്ലാവരും അവന് എങ്ങനെയാണ് നെഗറ്റീവ് ബ്ലഡിന് വേണ്ടി നമ്മൾ ഓടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ മാം വന്ന് പറയുന്നത് ഇന്ന കാര്യം കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. മാം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാമിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പോലും മാമിന് ഇങ്ങനെ കോൾസും OTP മെസ്സേജസും ഇങ്ങനെ ചുമ്മാ നല്ല ടോർച്ചറിങ് ആയിട്ടുള്ള മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ആ ഇൻസിഡന്റ് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇത്തരത്തിൽ ജാതി അധിക്ഷേപം ക്ലാസ്സിനുള്ളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ? ജാതി അധിക്ഷേപമില്ല, നടത്തിയിട്ടില്ല. ക്ലാസ്സിൽ ജാതി അധിക്ഷേപം രാം സർ നടത്തിയിട്ടില്ല. സ്റ്റാഫ് റൂമിൽ എന്താ നടന്നത് നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യം അല്ലെങ്കിൽ 1.5 മാസം മുൻപ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്കാണോ നിതിൻ തന്നെയാണോ? അതങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. അത് ജാതി അധിക്ഷേപമായിരുന്നില്ല. ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ വെച്ച് ഉണ്ടായിട്ടില്ല. ഇനി സ്റ്റാഫ് റൂമിൽ അവനെ കൊണ്ടുപോയതിനു ശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല.